ഹലോ ഫ്രണ്ട്സ്, ടെക്കി ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടെൻഡയുടെ N300 റൗട്ടർ ഡൈനാമിക്കായിട്ട് എങ്ങനെ കോൺഫിഗർ ചെയ്യാമെന്നാണ്. ഇതാണ് നമ്മുടെ ടെൻഡയുടെ റൗട്ടർ വരുന്നത്. ആദ്യം നമ്മൾ ടെൻഡയുടെ റൗട്ടർ എടുക്കുക. അതിൽ റീസെറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും. അതൊരു 15 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ റൗട്ടർ റീസെറ്റ് ആവും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റീസെറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ റൗട്ടർ റീസെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വൈഫൈ കണക്ട് ചെയ്യാം. അതിനായിട്ട് വൈഫൈ ഓൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിൽ ടെൻഡ എന്ന് പറഞ്ഞൊരു വൈഫൈ ഒന്നുണ്ടാവും. അത് ജസ്റ്റ് ഞെക്കുക. അതിൽ പാസ്വേഡ് ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഡയറക്റ്റ് കണക്റ്റ് ആവുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ടെൻഡ എന്നുള്ള വൈഫൈ കണക്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ക്രോം ഓപ്പൺ ചെയ്യാം. ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ടെൻഡയുടെ ഡിഫോൾട്ട് IP അഡ്രസ്സ് ആയിട്ടുള്ള 192.168.0.1 ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പേജാണ് ഓപ്പൺ ആയിട്ട് വന്നത്. അതിൽ 3 ഓപ്ഷൻസ് ഉണ്ട്: PPPoE, ഡൈനാമിക്, സ്റ്റാറ്റിക്. അതിൽ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഡൈനാമിക് ആയിട്ടാണ്. അപ്പോൾ ഡൈനാമിക് ക്ലിക്ക് ചെയ്യാം. അതിന് ശേഷം വൈഫൈയുടെ പേരും പാസ്വേഡും കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. അതിൽ വൈഫൈയുടെ പേര് എന്താണ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങോട്ട് കൊടുക്കാം. ഞാനിപ്പോൾ വൈഫൈയുടെ പേര് ജസ്റ്റ് ABC എന്നാണ് കൊടുക്കുന്നത്. അതിനുശേഷം പാസ്വേഡ് എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്യാം. ഞാൻ 1 മുതൽ 8 വരെയാണ് ഇപ്പോൾ പാസ്വേഡ് അടിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് അതിൽ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ വൈഫൈ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവും. നമുക്കിതുപോലൊരു വിൻഡോയും കിട്ടും, നമ്മുടെ പാസ്വേഡ് സേവ് ആയെന്നും പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും വൈഫൈ എടുക്കാം. അതിൽ നമ്മുടെ ABC എന്നുള്ള വൈഫൈ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കണക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ABC എന്നുള്ള വൈഫൈ കണക്റ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ടെൻഡ റീസെറ്റ് ചെയ്ത് കോൺഫിഗർ ചെയ്യണത്. ഇനി നമ്മൾ ഓൾറെഡി റീസെറ്റ് ചെയ്യാതെ ടെൻഡ എങ്ങനെ കോൺഫിഗർ ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിന് വീണ്ടും നമ്മുടെ ഡിഫോൾട്ട് IP അഡ്രസ്സിൽ കയറാം, 192.168.0.1. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു പേജായിരിക്കും ഓപ്പൺ ആയിട്ട് വന്നത്. അതിൽ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് മുകളിൽ ഒരു 3 ലൈൻ കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് വരും. അതിൽ വയർലെസ് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു പേജായിരിക്കും ഓപ്പൺ ആയിട്ട് വന്നത്. അതിൽ നമ്മുടെ വൈഫൈയുടെ പേരും പാസ്വേഡും നമുക്ക് കാണാൻ പറ്റും. അതിൽ നമുക്ക് വൈഫൈയുടെ പേരും പാസ്വേഡ് എന്താണ് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എഡിറ്റ് ചെയ്യുക. എന്നിട്ട് അടിയിൽ ഓക്കെ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ വൈഫൈയുടെ പേരും പാസ്വേഡും സേവ് ആവും. ഇങ്ങനെയാണ് നമ്മുടെ ടെൻഡയുടെ വൈഫൈയുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.